നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യം തന്നെ ഒരു സോറി പറയാം കേട്ടോ. എന്നാണെന്നറിയാമോ, ഞാൻ ഇന്നലെയൊക്കെ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് റിഡക്ഷൻ സെയിൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സെയിൽ സാരിയാണ് കാണിക്കുന്നതാണ്. ഇന്നതല്ല കേട്ടോ. ഒന്നും വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല. ഞാൻ തന്നെ അങ്ങ് മാറ്റിയതാണ്. എന്ന് പറഞ്ഞാൽ എന്നും ഈ റിഡക്ഷൻ സെയിൽ, ക്ലിയറൻസ് സെയിൽ അങ്ങനെ കാണിച്ചുകൊണ്ട് ഈ ചിക്കൻ ബിരിയാണി ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഡെയിലി ചിക്കൻ ബിരിയാണി 3 നേരം തന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിനൊരു സുഖമില്ല, ഉണ്ടായിപ്പോത്തില്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിലത്തേക്ക് അതൊന്ന് മാറ്റി വെക്കാം. ചിന്തിക്കണ്ട, ചിക്കൻ ബിരിയാണി എന്നും കൊണ്ടുവന്നാലും കുഴപ്പമില്ലാന്ന്. എന്നാ നമുക്ക് അടുത്ത എല്ലാം റെഡി ആയിട്ടൊക്കെ തന്നെ ഇരിക്കുക. സാരി എല്ലാം കാണിക്കാൻ റെഡി ആയിട്ടിരിക്കുക. അടുത്ത ആഴ്ച കാണിക്കാം കേട്ടോ. ഇപ്പോൾ 2 ദിവസം അല്ലാത്ത സാരി, പുതിയ സാരികൾ ഇഷ്ടംപോലെ വന്നിരിക്കുന്നുമുണ്ട്. അപ്പോൾ അതും കൂടെ കാണിക്കാം. നമുക്ക് ഇന്ന് ഞാനൊരു 3-4 ടൈപ്പ് സാരിയാണ് കാണിക്കുന്നത്. അതിനകത്ത് റെഗുലർ വെയർ സാരിയുണ്ട്, പിന്നെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫങ്ഷൻ വെയർ സാരിയുണ്ട്. ഇതിപ്പം നമ്മുടെ ഏത് കാറ്റഗറി വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് പെടുത്താം. ലിനൻ സാരിയാണ്, കോട്ടൺ ലിനൻ, പ്യുവർ ലിനൻ അല്ല, സെമി ലിനൻ സാരി. അതിനകത്ത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് നല്ലൊരു ശതമാനം ആൾക്കാരുടെയും ഒരു വീക്ക്നെസ് എന്ന് തന്നെ പറയാം. അപ്പം നമുക്കിപ്പോൾ ഇനിയിപ്പം ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിലും ഒത്തിരി ആപ്റ്റായിട്ടുള്ള ഒരു ടൈപ്പ് സാരി, ടീച്ചേഴ്സ്, പ്രൊഫഷണൽസിന്. കാരണം ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു വരുമ്പോഴത്തേനും പുതിയതെല്ലാവരും സ്റ്റോക്ക് ചെയ്തു. ഞാനൊരു ടീച്ചറൊക്കെ ആയിട്ടിരുന്ന കാലം ഉണ്ടായിരുന്നു. ഞാൻ സാരിയൊന്നും ഉടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയെന്നല്ല, ആർക്ക് വേണമെങ്കിലും ഉടുക്കാം. അങ്ങനെ അനുയോജ്യമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള എന്നാൽ ഒരു അത്യാവശ്യം ഒരു ഗ്രാൻഡ്, ഒരു ഭംഗിയുള്ള ഒരു ടൈപ്പ് ഓഫ് സാരി. ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് സെമി ലിനനാണ്. ഇങ്ങനെ ഒരു സിൽവർ ബോർഡർ വന്നിട്ടുണ്ട്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ സാരിയാണ്, നമുക്ക് ഉടുക്കാനും ഉപയോഗിക്കാനും ഒക്കെ എളുപ്പമാണ്. ഇത് സ്റ്റാർച്ച് ശരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റാർച്ച് ചെയ്യേണ്ടാത്തതാണ്. ഇനി സ്റ്റാർച്ച് ചെയ്യുന്നതാണ് ഇഷ്ടമെങ്കിൽ സ്റ്റാർച്ച് ചെയ്യാം. ഇതാണ് ബ്ലൗസ്. അതായത് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു കളറിലുള്ള ഒരു ബ്ലൗസ്, ഇതാണ് ബ്ലൗസിന് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ബോർഡറുണ്ട്, സിൽവർ ബോർഡറുണ്ട്. ആ ഒരു ഗ്രേയുടെ ബ്ലൗസ് ഒരു ഇതാണ്. ഇവിടെയൊക്കെ ഒരു ഗ്രേ വന്നിട്ടില്ലേ, അതാണ് ബ്ലൗസിന് വന്നിരിക്കുന്നത്. ബ്ലാക്കും വൈറ്റും വരുമ്പോൾ വൈറ്റ്, പ്യുവർ വൈറ്റ് അല്ല, വേണമെങ്കിൽ പ്യുവർ വൈറ്റും ഇടാം. പ്യുവർ വൈറ്റ് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും ബ്ലൗസ്. ഇതിൻ്റെ 4 ഡിസൈനാണ്. ഇങ്ങനെ അതിൻ്റെ ടാസിൽ കൊടുത്തിരിക്കുന്നതും ആ ഒരു ഗ്രേ ഷെയ്ഡ് തന്നെയാണ്. പിന്നെ ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഹാൻഡ് വാഷ് എന്ന് പറയുന്നത്, ഹാൻഡ് വാഷ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, മെഷീൻ വാഷ് ഒന്നും ചെയ്യരുത്. അത്ര ഒരു കളർ ബ്ലീഡിങ് ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നിരുന്നാലും ഫസ്റ്റ് വാഷ് മിനിമം ഷാമ്പൂ എങ്കിലും ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമുക്കെല്ലാം നമ്മളിപ്പോൾ ഈ ഓരോ സാരി വരുമ്പോഴും നമ്മളതെടുത്ത് വാഷ് ചെയ്ത് നോക്കിയിട്ടൊന്നും അല്ലല്ലോ തരുന്നത്. പക്ഷെ ചിലത് മെറ്റീരിയൽ വരുമ്പോഴേ നമുക്ക് അറിയാം അത് ഹാൻഡ് വാഷേ പാടുള്ളൂ എന്ന്, അല്ല ഡ്രൈ വാഷേ പാടുള്ളൂ എന്ന്. ഇതതിൻ്റെ വേറൊരു ഡിസൈൻ. 4 ഡിസൈനുണ്ട്, 3 ഡിസൈനുണ്ട്. ഇത് വേറൊരു ഡിസൈൻ. സിമ്പിളാണ്, കണ്ടാൽ സിമ്പിളാണ്, പക്ഷെ ഒരു എന്താ പറയുന്നത്, ഒരു ലുക്കുണ്ട്, ഒരു വെറൈറ്റി ലുക്കുണ്ട്. ബ്ലാക്കാണ് ഇവിടെ, ബോഡിക്ക് ബ്ലാക്ക്. ഇവിടേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രേ പോലെ വന്നിട്ട് സിൽവർ ബോർഡർ. മുന്താണിതേ ഇങ്ങനെ. ബ്ലൗസ് ഇത് ആ ഒരു ഗ്രേ ഷെയ്ഡ്. ഇതിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു, കാണിക്കോ? ഇവിടെ വെച്ചാൽ മതിയോ? ആ മോഡൽ സാരിയുടെ കേട്ടോ, ആ സാരിയുടെ എന്നല്ല, ആ ഒരു മോഡൽ സാരി ഉടുത്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരിത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു കോമ്പിനേഷൻ എപ്പോഴും ഒരു ഭംഗിയോ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ ഉണ്ട്. എന്താ പറഞ്ഞാലും ബ്ലാക്കും എല്ലാവരുടെയും ഫേവററ്റ് കളറാണ്. അതായത് 2 ഓപ്പോസിറ്റ്, എന്താ പറയുന്നത്, ഓപ്പോസിറ്റ് പോൾസ് എന്ന് പറഞ്ഞ പോലെ ഉള്ള 2 സംഭവങ്ങൾ, ബ്ലാക്കും വൈറ്റും. ഇത് ശരിക്കും ഇതിലേക്ക് നോക്കിയാൽ ഞാൻ പറഞ്ഞിട്ട് ബ്ലാക്കാണ്, പക്ഷേ ഇതിൻ്റെ ഇങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് നോക്കിയാൽ ഒരു ഗ്രേഷ് ടച്ചും കൂടെ അതിന് വരുന്നുണ്ട്. ഇവിടേക്ക് വരുന്ന അങ്ങനെ മിക്സ് ചെയ്തിട്ടായിരിക്കാം അതിൻ്റെ ഡൈയിങ് നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇത് വേറെ, അതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ.
കണ്ടോ, ഇത് മുന്താണി ഇങ്ങനെ. ബ്ലൗസ് സെയിം ആ ഗ്രേയുടെ തന്നെ ബ്ലൗസ്. നമ്മുടെ ശരീരത്തൊക്കെ ഇടുമ്പോൾ നല്ല സുഖമാട്ടോ, ഒട്ടും ചൂടോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല, നല്ല സുഖമാണ്. ഇപ്പോൾ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉടുത്ത് നിൽക്കേണ്ട ഒരു, അതായത് ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ നല്ല വൃത്തിയും ഉണ്ട് കണ്ടാൽ, ശരീരത്തിന് നല്ലതാണ്. നല്ല പ്ലീറ്റ്സൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളൂ. പിന്നെ സ്റ്റാർച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. ലിനൻ എന്ന് പറയുമ്പോൾ സെമി ലിനനായിട്ട് വരുമ്പോൾ അങ്ങനെ സ്റ്റാർച്ച് ചെയ്യാത്തതാണ് അതിൻ്റെ ഒരു ഇത്. ലിനൻ സ്റ്റാർച്ച് ചെയ്യാമെന്നല്ല ഞാൻ പറയുന്നത്. ഇനി വേറൊരു മോഡൽ സാരി, നമ്മുടെ സെമി പ്രിൻറ്റഡ് സിൽക്ക് വരുന്ന ഒരു സാരിയാണ്, ബ്ലാക്കാണേ. ഇതിൻ്റെ മോഡൽ സാരി ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു, വയലറ്റ് ഷെയ്ഡ് കാണിച്ചായിരുന്നു, വയലറ്റിൻ്റെ പല ഷെയ്ഡ്. ഇത് അതിൻ്റെ ബ്ലാക്ക്. ഇവിടെ ഇങ്ങനെ ഒരു ഗോൾഡൻ സെറി, ബോഡി ഇങ്ങനെ, മുന്താണി ഇങ്ങനെ, സോഫ്റ്റാണ്. ബ്ലൗസ് വന്നിട്ട് ഇത് വരും, ബ്ലൗസ് കയ്യല ബോർഡറുമായിട്ട് ബ്ലൗസ്. ഒന്നുമില്ല, സിമ്പിളൊരു സാരി, ഒരു ഡെയിലി വെയർ സാരി എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടോ, ഒരു ഗ്ലോ ഒക്കെ ഉണ്ട്, ഇങ്ങനെ ഒരു ലൈൻസ് പോലെ അതിൻ്റെ ഒരു വീവിങ് പോയിട്ടുമുണ്ട്. ഇത് നമ്മുടെ ഭയങ്കര സോഫ്റ്റായിട്ടുള്ള, ഇത് ശരിക്കും ഞാൻ ആക്ച്വലി ആ കാണിച്ച അതിനെ കഴിഞ്ഞും കറക്റ്റായിട്ടുള്ള ആ ഒരു വയലറ്റ് ഷെയ്ഡിന് ഞാൻ ഒത്തിരി കാണിക്കുന്നു. പ്രിൻറ്റഡ് സിൽക്കിൻ്റെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം, ഭയങ്കര സോഫ്റ്റാണ്. പ്രിൻറ്റഡ് സിൽക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം പ്യുവറല്ല കേട്ടോ, ഉണ്ടോ, വളരെ ശരീരത്തോട് നല്ല ഒട്ടിക്കിടക്കുന്ന, എന്നാൽ അങ്ങ് ഒരു എന്താ പറയുന്നത്, പശയില്ലാതെ കിടക്കുന്നതല്ല, ഒരു സ്റ്റാർച്ച് ഉണ്ട് താനും. നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പം, ഡെയിലി വെയർ സാരികളിൽ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം. ഇങ്ങനെ ഒരു ബോർഡറൊക്കെ ഉണ്ട്, ഇങ്ങനെ വന്നിട്ട് മുന്താണി. ഇതിപ്പോൾ വന്നിട്ടുണ്ടല്ലോ ഒരു മണ്ടിയൊക്കെ കളറില്ലേ, അത് അല്ലേ, ചായയുടെ കളറില്ലേ, ചായ ടീ. ഇതാ ബ്ലൗസ്, ഒരു സിൽക്കി ടച്ച് ഉണ്ട് കേട്ടോ, ഒരു ചെറിയൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്ലോ അല്ല, ഒരു ചെറിയൊരു സിൽക്കി ഇതുണ്ട്, എഫക്റ്റ് ഉണ്ട്. കണ്ടോ, സ്ക്വയർ ഡിസൈൻ പോലെ വന്നിട്ട്. അതിൻ്റെ തന്നെ വേറെ ഒരു കളറ്, ഒനിയൻ പിങ്ക് കളറ്. ഒന്നെങ്കിൽ സാരിയുടെ മെറ്റീരിയലിനൊരു എന്താ പറയുന്നത്, ഒരു എടുപ്പ് വേണം, അല്ലെങ്കിൽ അതിൻ്റെ കളറ് എടുപ്പ് വേണം, അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പോലെ അതിൻ്റെ ഒരു സ്റ്റഫ് കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് ഒരു വ്യത്യാസപ്പെട്ട് നിന്നാലേ അല്ലേ. ഞാൻ അങ്ങനെയൊക്കെയാണ് നോക്കുന്നത് കേട്ടോ, ഒരു വേണം, എല്ലാം ഒരു ഏതെങ്കിലും ഒരു ഘടകമൊക്കെ ഒരു വ്യത്യാസപ്പെട്ട് വരണം, അതിൻ്റെ ഒരു രസമുള്ളൂ. ഇതിൻ്റെ ഇപ്പം ഈ കളറ് നല്ലതാണ്, ഒനിയൻ പിങ്ക് കളറ്, നമ്മൾ കണ്ടിട്ടില്ലാത്ത കളറല്ല, എന്നാലും ഇതും എല്ലാം ഈ ഒരു ബോർഡറും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ സിമ്പിൾ സാരിയാണ്, സിമ്പിൾ സാരി കണ്ടോ. ഇങ്ങനെ ഒരു സിൽക്കി ഒരു ഫീലുണ്ട് താനും. ഇങ്ങനെ ബ്ലൗസ് ഇത്, ഇനി അതിൻ്റെ ആഷ് കളറ്, നല്ല സോഫ്റ്റാട്ടോ, മാനേജ് ചെയ്യാനൊന്നും ഒരു പാടുമില്ല, ഭയങ്കര ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനും കൊണ്ട് നടക്കാനും ഒക്കെ നല്ലതാണ്. വെറുതെ പുറത്ത് പോകുമ്പോഴോ, ജോലിക്ക് പോകുമ്പോഴോ, പള്ളിയിൽ പോകുമ്പോഴോ, അമ്പലത്തിൽ പോകുമ്പോഴോ, ഇവിടെ പോകുമ്പോൾ വേണമെങ്കിലും ഇടാം. നല്ല വൃത്തിയുള്ള ഗ്രേ ഷെയ്ഡ്. എന്താണ് ഇങ്ങനെ ബ്ലൗസ് ഇങ്ങനെ. ഇത് കോട്ടൺ ലിനൻ്റെ ഒരു സ്റ്റഫുള്ള ഒരു സാരി. എല്ലാം ഈ ബോർഡർ ഇങ്ങനത്തെ വരുന്നതായതുകൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ച് കാണിക്കുന്നത്. ഇതിന് കുറച്ചും കൂടെ ലിനൻ്റെ ഈ കോട്ടൻ്റെ ഒരു ഇത് കൂടുതലുണ്ട്. കോട്ടൺ എന്നാൽ ഒത്തിരി സ്റ്റിഫാണ് താനും. അങ്ങ് ഈ പറഞ്ഞ പോലെ ലിനൻ്റെ പോലെ അങ്ങ് ഒത്തിരി അങ്ങ് ഈ സ്റ്റാർച്ച് ഇല്ലാത്തൊരു ടൈപ്പില്ല, കോട്ടൻ്റെ ഒരു സംഭവമാണ്. മുന്താണി കാണിക്കണമെങ്കിലേ ഒത്തിരി ലെയറിൽ അത് ഞുറിഞ്ഞ് ഫോൾഡ് ചെയ്തിരിക്കുക.
കണ്ടോ, ബ്ലാക്കാണ് കളറ്. ബ്ലാക്കിൽ കൂടെ ഇങ്ങനെ നിറച്ചും നല്ല ഡിസൈൻസ്, പല മൾട്ടി കളർ ഡിസൈൻസ്. അതിനകത്ത് ലാവണ്ടർ ഷെയ്ഡാണ് എടുത്ത് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ഈ ലാവണ്ടർ ഷെയ്ഡാണ് എടുത്ത് നിൽക്കുന്നത്. മുന്താണി വന്നിട്ട് ഇങ്ങനെ, ബ്ലൗസ് ഇങ്ങനെ വേറൊരു കുഞ്ഞ് ഡിസൈൻ വരുന്ന ബ്ലൗസ്. ബോഡിയിൽ കുഞ്ഞുമുണ്ട് വലുതുമുണ്ട്. ഇനി നമ്മുടെ നെറ്റ് കോട്ട സാരി ഞാൻ പറയുമ്പോൾ ഓർക്കണം, ഈ നെറ്റ് കോട്ട സാരി എന്ന് പറഞ്ഞാൽ അറിയത്തില്ലാത്ത ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നെറ്റ് കോട്ട അതിൻ്റെ പേരിൽ തന്നെ അതിൻ്റെ സ്റ്റഫ് എന്നാന്നോ ഉണ്ട്. അതറിയത്തില്ലാതെ ഉള്ള ആൾക്കാർ ഉണ്ട് എന്ന് എനിക്കിപ്പം മനസ്സിലായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഇഴയെല്ലാം ഒരുമാതിരി അകന്ന് ഇതെന്തുവാ സാരി എന്നൊക്കെ പറഞ്ഞ ഒരാളുണ്ട്, ആരോ ഒരാൾ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഞാൻ പറയുക, ഇതറിയാവുന്നവർ ഇത് വാങ്ങിക്കുക, അറിയത്തില്ലാത്തവർ വാങ്ങിക്കരുതെന്ന്. അങ്ങനെ ഇത് മറിച്ചാണല്ലോ ഇത് ഫോൾഡ് ചെയ്തിരിക്കുന്നത്. അതല്ല അങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുണ്ടോ, ഇതിൻ്റെ നല്ല വശം ഇത് വന്നപ്പോൾ പൊട്ടിച്ചതേ ഉള്ളൂ. ഞാനാണ് ഇത് പൊട്ടിച്ചത്. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ സാരിയുടെ സ്റ്റഫ്. ഇതുണ്ട്, ഇത് മറിച്ചാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പടം എടുക്കാനുണ്ടോ, കാണുമോ? എല്ലാം മറിച്ചാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അതെന്തിനാ? അല്ല, ഇത് മറിച്ചിട്ടില്ല. പിസ്ത ഗ്രീൻ കളറാണ് ഇതിങ്ങനെയാണ് സാരി. ഇതിൻ്റെ ശരിക്കുള്ള വശം ഇതല്ല. ഞാൻ ശരിക്കുള്ള വശം കാണിച്ചു തരാം. പിസ്തായ കൂടെ വൈറ്റ് ഷെയ്ഡ്. ഇത് നല്ല സാരി. എന്നാന്ന് ചോദിച്ചാൽ ഇത് കാണുന്നതല്ല, അതിനൊരു നല്ലൊരു ഗമാലിറ്റി ലുക്കുണ്ട് നെറ്റ് കോട്ടയ്ക്ക്. നെറ്റ് കോട്ട എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ഐറ്റം എന്നാണ് അതിനെ കാറ്റഗറൈസ് തന്നെ ചെയ്തിരിക്കുന്നത്. നിറച്ചും ഇങ്ങനെ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുക, ഫുൾ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുക. ബോഡി ഫുള്ള് ഇങ്ങനെയുള്ള ഭാഗത്ത് മുഴുവനുണ്ട്. പിന്നെ നമ്മളുടെ ഇവിടുന്ന് താഴേക്കുള്ള ഭാഗമില്ല, ഇവിടെ വരും. ഇവിടുത്തെ പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെയുള്ള എത്രയും ഭാഗത്തില്ല, താഴേക്കുള്ള ഭാഗത്ത് ഉണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ബ്ലൗസ് വന്നിട്ട്. ഈ ഒരു പ്ലെയിൻ, അത് നെറ്റ് കോട്ടയുടെ തന്നെ പ്ലെയിൻ. ഇതാണ് നെറ്റ് കോട്ടയുടെ സ്റ്റഫ്. ഇത്രയും ട്രാൻസ്പെറൻ്റ് ആണ്. പക്ഷേ ഇത് നിറച്ചും ബോഡിയെ നിറച്ചും ഈ ഒരു വർക്ക് ഉള്ളത് കൊണ്ട് അതറിയത്തില്ല. സൈഡിൽ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത് കാണിച്ചു തരാം. ഉടുത്താൽ എങ്ങനെ ഇരിക്കുമെന്ന് കാണിച്ചു തരാം കേട്ടോ. കേട്ടോ, ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ മുന്താണി ഫുള്ളുണ്ട്, ബോഡിയിലുണ്ട്. ഈ താഴ്ഭാഗത്തില്ല, ഇങ്ങോട്ടിങ്ങനെയുണ്ട്. ആ ഒരു വർക്ക്, ആ ഒരു മാംഗോ ഡിസൈനാണ് ഫുള്ള്. ഇനി മസ്റ്റാർഡ് യെല്ലോ. അതിൻ്റെ മസ്റ്റാർഡ് യെല്ലോ ഉണ്ടോ, നല്ല തെളിമയുള്ള കളർ. അതിൻ്റെ കൂടെ വൈറ്റ് ഡിസൈൻ. ഇതിൻ്റെ ബ്ലൗസ് ഇതിൻ്റെ തന്നെ പ്ലെയിൻ യെല്ലോ കളറാണ്. വൈറ്റ് ഇടുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഞാൻ പറഞ്ഞിട്ട് ഹക്കോബായുടെ ഒരു വൈറ്റിൻ്റെ 1 മീറ്റർ എടുത്ത് തയ്ച്ചിട്ട് അതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് നോക്കി, നല്ല രസമാണ്. അപ്പോൾ വൈറ്റ് ബ്ലൗസ് ട്രെൻഡി ആയിട്ട് വരുന്ന കാലമാണല്ലോ. ഒരു സഫയർ ബ്ലൂ ഷെയ്ഡ്. ബ്ലൂ ആണോ ഗ്രീനാണ്? ഗ്രീനോ? ഞാൻ ഗ്രീൻ എന്ന് പറയുന്നതല്ല, ഇവർ ബ്ലൂ എന്ന് പറയും. ഞാൻ ബ്ലൂ എന്ന് പറയുന്നതല്ല, ഇവർ ഗ്രീൻ എന്ന് പറയും. എനിക്കാണോ തെറ്റ് പറ്റുന്നത്, ഇവർക്കാണോ തെറ്റ് പറ്റുന്നത്? എനിക്കായിരിക്കാം അല്ലേ? എനിക്കാണ്. ഇത് ഇങ്ങനെ കണ്ടോ, അത്രേ ഉള്ളൂ. ഇത് തിരിച്ചാണോ, ഇത് താഴ്ഭാഗത്ത് വരുന്നിടവാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അല്ലേ, താഴ്ഭാഗത്ത് വരുന്നിടവ് അല്ലേ? മുന്താണി ഇല്ലാത്തതുകൊണ്ട് അല്ല ഞാൻ പിടിച്ചത് തന്നെയാണ് കറക്റ്റ്. ഇങ്ങനെ തന്നെയാണ്. ഇതുണ്ടോ, ഇതല്ലേ മുന്താണി. ഇതിങ്ങനെ മേളി വരും, ഞാൻ ഇരിക്കും. കണ്ടോ സ്റ്റഫ്. നമ്മളിത് ഈ സാരി എത്ര കാണിക്കുന്നതും നല്ലപോലെ ആൾക്കാർ ആവശ്യക്കാരുണ്ട്. അതിപ്പോൾ ഷോപ്പിലാട്ടെ ഓൺലൈനാട്ടെ എവിടെയാണെങ്കിലും. പിന്നെ ഈ അറിയത്തില്ലാത്തവർ ഞാൻ പറഞ്ഞിട്ടേ, അതെന്നാന്നറിയോ, മറ്റെന്തോ തെറ്റിദ്ധരിക്കുന്നതാണേ, മറ്റെന്തോ സങ്കല്പമാണ് സാരി കാണുമ്പോഴേ. അങ്ങനെ അവരുടെ കുറ്റമല്ല. ഇപ്പം എല്ലാവരും എല്ലാം തങ്ങി നിൽക്കുന്നവരല്ലല്ലോ ആരും. അപ്പം നമ്മൾ ഈ ചെയ്യാത്ത തെറ്റിന് കുറ്റം കേൾക്കേണ്ടി വരുമ്പോൾ നമുക്ക് വിഷമം വരും. അടുത്തത് പീച്ച് ഷെയ്ഡ്, നല്ല പീച്ചും വൈറ്റും, എവർഗ്രീൻ കോമ്പിനേഷനാണ്. പീച്ചും വൈറ്റും അല്ലേ, പീച്ചും വൈറ്റും പീച്ചും ബ്ലാക്കും ഒക്കെ. ഇനി ഇത് എന്നാ പരിപാടി കാണിച്ചേ?
കണ്ണിന് പോലും ഒരു സൗന്ദര്യത്തിൻ്റെ ടച്ച് അറിയാൻ പാടില്ലേ? ഏതെങ്കിലുമൊക്കെ അങ്ങ് എടുത്തങ്ങ് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ വേറെ സൂത്രം പറഞ്ഞാണേ, സൂത്രമാണ്, അതുകൊണ്ടാണ് പറയാത്ത. സൂത്രം എന്ന് പറഞ്ഞാൽ രഹസ്യമൊന്നുമില്ല. പിന്നെ പറയാൻ വന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഇത് നമ്മുടെ വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയലാണ്, ഫങ്ഷൻ വെയറാണ്, ഫുൾ വർക്ക് ചെയ്താണ്. ഇതിൻ്റെ റേറ്റാണ് ഏറ്റവും അട്രാക്റ്റീവ്. എനിക്ക് തോന്നുന്നു 800 രൂപയും കണ്ടേ ഉള്ളൂ. 799 കണ്ടോ, നോക്ക്. ഈ ഹാൻഡ് വർക്കാണ് ഇത് ഫുള്ള്, ബോഡി അല്ല, ബോർഡർ ഫുള്ള് ഹാൻഡ് വർക്കാണ്. ഒത്തിരി പൈസയൊന്നും മുടക്കണ്ടാത്ത ഡിസൈനർ സാരി എന്ന് പറയുമ്പോൾ തന്നെ ഇച്ചിരി റേറ്റ് കയറും. ഡിസൈൻ ചെയ്ത് അത് അത്രയും മിക്കതും ഹാൻഡ് വർക്കും കാര്യങ്ങളും ഒക്കെയാണ്. അങ്ങനെയൊക്കെ വരുമ്പം ഇത് അങ്ങനെയല്ല, 799 റേറ്റാണ്. അതിന് ഇത്രയും വർക്ക് ചെയ്ത നമ്മുടെ വിചിത്ര സിൽക്കിൻ്റെ സാരി. ഇതിപ്പോൾ ലാവണ്ടർ ഷെയ്ഡ് ഞാൻ കാണിക്കുന്നിടമാണ് മുന്താണി. അതുകൊണ്ടോ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വർക്ക്, പ്രത്യേകിച്ചൊരു വർക്ക്, ഇങ്ങനെ ഒരു വർക്ക്. ബോഡി കാണുന്നിടത്ത് ഫുള്ള് ഈ വർക്ക്, അകത്തേക്ക് പോകുന്ന പാളിയിലില്ല. ഇതുണ്ടോ ഇവിടെ. ഇത് ബ്ലൗസിലും ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്, ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വർക്ക് കാണിച്ചായിരുന്നോ? ബ്ലൗസിൽ ഈ വർക്ക് ചെയ്തിട്ട്, ബ്ലൗസ് ഇത് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ഇടാം, പക്ഷേ ബ്ലൗസിൽ വർക്ക് ചെയ്തേക്കുന്ന സ്ഥിതിക്ക് ബ്ലൗസ് അത് തന്നെ ഇടുന്നത് നല്ലതായിരിക്കും. ലൈറ്റ് ഷെയ്ഡാണ് എല്ലാവേ. ഇതിങ്ങനെ ഈ ഒരു ബോർഡർ പോയേക്കുന്നത് നമ്മൾ ഇങ്ങനെ സാരി കാണുന്ന ഭാഗത്ത് മൊത്തം ഉണ്ട്, ഉള്ളിലേക്ക് പോകുന്നിടത്ത് ഇല്ല. ഈ റേറ്റിന് വളരെ വർത്താണ്. അതിപ്പോൾ ലാവണ്ടർ ഷെയ്ഡ്. ഇതിപ്പോൾ വന്നിട്ട് ഒരു ഗ്രീൻ, പിസ്ത ഗ്രീൻ്റെ അല്ല, പൗഡർ ബ്ലൂവിൻ്റെ ഒക്കെ എന്തോ ഒരു ഷെയ്ഡ്. ബ്ലൂ ഇത് ബ്ലൂ ആണോ ഗ്രീനാണോ? എന്നാ ഗ്രീൻ. അതായത് വർക്ക് നല്ല ലൈറ്റ് ഷെയ്ഡുമാണ്, അതിൻ്റെ അത്രയും വർക്ക് ചെയ്ത ഒരു സാരിയുമാണ്. അതാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. കണ്ടോ, ആ ഒരു സിൽക്കി ടച്ച് കിട്ടുന്നുമുണ്ട്. ഒന്നുമില്ല ഇതിനകത്ത്, കൂടുതൽ കാണിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രേ ഉള്ളൂ. ഇത് മുന്താണിയുടെ ഭാഗമാണിത്. ഈ ഒരു ബോർഡർ ഫുള്ളുണ്ട്, താഴെ മേളിലും ഉണ്ട്, പുറമേ കാണുന്ന ഭാഗത്തെല്ലാം ഉണ്ട്. അകത്തേക്ക് പോകുമ്പോൾ ഇല്ല. ബ്ലൗസിലും ഉണ്ടല്ലോ അല്ലേ? അറ്റത്ത് കണ്ടത് ബ്ലൗസല്ലേ? എനിക്ക് ടിടി കിട്ടുമോ? ഇതെന്നാ ഒരു കളറല്ലേ? പായലിൻ്റെ ഒക്കെ കളറല്ലേ? അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. ഇതുണ്ടോ ഇങ്ങനെ ഒരു കളറ്. ഇതാണ് ഇതിൻ്റെ വർക്ക്. സിൽവർ ഗോൾഡ് സ്റ്റോണാണ് മൊത്തം, ബീഡ്സ് അല്ല, ഫുള്ള് സ്റ്റോൺ വർക്ക് ചെയ്തിരിക്കുക. ഓർത്ത് നോക്കിയത്, ഇത്രയും സ്റ്റോൺ വർക്ക് നമ്മളൊന്നല്ലാതെ ഒന്ന് ചെയ്യിപ്പിക്കണമെങ്കിൽ എത്ര രൂപയാവുന്നു? ഈ സാരി മൊത്തം മേടിക്കുന്നതിനേക്കഴിഞ്ഞും വിലയാകും. സ്റ്റോൺ വർക്ക് ഇത്രയൊന്നും ആ വിലയ്ക്ക് കിട്ടത്തില്ല അല്ലേ? സ്റ്റോൺ വർക്ക് ചെയ്യാൻ കിട്ടത്തില്ല. നമുക്കൊക്കെ ചെയ്യുന്നല്ലേ, നമുക്കറിയാവുന്ന 1000-നും മേലെയാണ് ഹാൻഡ് വർക്ക് സ്റ്റോൺ വർക്ക് ചെയ്യണമെങ്കിലത്തെ വില. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബൾക്കായിട്ട് ചെയ്യിക്കണം. ഹോൾസെയിൽ ചെയ്യിക്കുമ്പോൾ റേറ്റ് താന്ന് വരും. ഒരു സാരിയിലൊക്കെ ചെയ്യണമെങ്കിൽ 10,000-2000 റേറ്റിലേക്ക് പോകും. 2000 ഒന്നും അല്ല. പിന്നെ ഇത് പിസ്ത ഗ്രീൻ കണ്ടോ, ഇതിന് കുറേ വർക്ക്. ഇത് ഞാൻ കാണാതെ പോയതാണ്. അത് എല്ലാത്തിലും ഉണ്ടോ ഇങ്ങനെ? ഇത് ഇവിടെയും ഉണ്ട്. ഇതിന് മുന്താണിക്ക് ഇങ്ങനെ ഇത് മൊത്തം സ്റ്റോണാണ്. ഇത് സ്റ്റോണാണ്. അത് 2 ഷെയ്ഡില്ല, സിൽവർ മാത്രമേ ഉള്ളൂ. പിസ്ത ഗ്രീനിൽ സിൽവർ സ്റ്റോണ്. നല്ലൊരു ഇതാണ് കേട്ടോ. നമുക്ക് പിന്നെ 1 പ്ലീറ്റ്സ് ഇട്ടൊക്കെ പോകാനാണെങ്കിൽ നല്ല ഭംഗിയാണ്. ഫംഗ്ഷനൊക്കെ പോകുമ്പോഴേ 1 പ്ലീറ്റ്സ് ഇട്ട് ഇങ്ങനെ പോകാനാണെങ്കിൽ നമ്മൾ തുമ്പൊക്കെ ഇങ്ങനെ എടുത്ത് പിടിച്ച് നല്ല ഭംഗിയാണ്. പിന്നെ എന്തെങ്കിലും ഭാവന ഉണ്ടെങ്കിൽ അത് വെച്ച് ഡിസൈൻ ചെയ്ത് ബ്ലൗസൊക്കെ വേറെ ഒക്കെ ഇടുവാണെങ്കിലും നല്ലത്. ഒരു കളർ കൂടി ഇരിക്കുന്നു. കാണിച്ചാണോ? ആണോ? അത്രയേ ഉള്ളോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഞാൻ ഡിസ്കൗണ്ട് സെയിൽ നിർത്തിയിട്ടില്ല, നിർത്തത്തുമില്ല, നിർത്താൻ പറ്റത്തില്ല. കാരണം എപ്പോഴും പറയണ്ടല്ലോ, സ്റ്റോക്ക് ക്ലിയറൻസ് ആണ്. അത് നമ്മുടെ പുതിയ ഷോപ്പിലേക്ക് വരുമ്പോൾ എല്ലാം നല്ല പുതിയ ഐറ്റംസ്. എല്ലാവരും ഞാൻ ഇപ്പോഴേ ക്ഷണിക്കുക കേട്ടോ. മെയ് മാസത്തിലായിരിക്കും നമ്മുടെ ഇനാഗുറേഷൻ. ഇൻഷാ അല്ലാഹ് ദൈവം അനുഗ്രഹിച്ചാൽ ദൈവത്തിൻ്റെ ഞാൻ എപ്പോഴും പറയുന്നത് ദൈവത്തിൻ്റെ സമയമാണ്. എൻ്റെ സമയമോ ഞാൻ നമ്മൾ ആഗ്രഹിക്കുന്ന സമയമോ അല്ല. തമ്പുരാൻ അത് തരാൻ നിർദ്ദേശിച്ചേക്കുന്ന ആ ദിവസം മെയിലായിരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്, ദൈവത്തോട് അപേക്ഷിക്കുക.
അപ്പോൾ എല്ലാവരെയും ഞാൻ വിളിക്കും വരണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്ലിയറൻസ് സെയിൽ നടത്തുന്നത്. ചുരിദാർ സെറ്റും സാരി എന്നാണെങ്കിലും അടുത്ത ആഴ്ചയിൽ ആദ്യം തന്നെ കാണിക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.